വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതോടെ തെക്കൻ മേഖലയിൽ നിന്ന് 10,000-കണക്കിന് പലസ്തീനികൾ ഗാസ സിറ്റിയിലേക്ക് മടങ്ങി വരികയാണ്. ബന്ദികളെ കൈമാറാൻ ഹമാസിനുള്ള 72 മണിക്കൂർ സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുകയാണ്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തിങ്കളാഴ്ച ഇസ്രയേലിൽ എത്തുമെന്ന വിവരങ്ങളുമുണ്ട്. Well, he wanted it. You know, it's been a long time. He's been fighting a long time. He's been fighting hard. He wanted it. It's a great deal for Israel, but it's a great deal for everybody, for Arabs, for Muslims, for everybody, for the world. And as you know, on Monday the hostages come back. They're getting them now. I mean, they're getting them now. They're in some pretty rough places under earth. They're in some pretty rough places where only a few people know where they are, in some cases. So they're getting them, and they're also getting the bodies, approximately 28 bodies. And some of those bodies are being unearthed right now as we speak. I mean, they're working on it right now as we speak. It's a tragedy. It's a tragedy. No, he was very happy with it. And I can tell you that I saw Israel dancing in the streets, but they were dancing in Qatar and Saudi Arabia and UAE and many, many countries. I saw Egypt. They were dancing. I'll be going to Israel. I'll be speaking at the Knesset, I think, early on. And then I'm also going to Egypt. They were terrific. But all of the countries were great. Indonesia was great. Jordan was great. They were all great. Everybody wants this deal to happen. MG മിഥുൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ മനോഹരമായ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ജീവൻ മാത്രം കയ്യിൽ പിടിച്ച് പലായനം ചെയ്ത ആളുകൾ അവരുടെ സ്വന്തം സ്ഥലത്തേക്ക് മടങ്ങിയെത്തുന്ന കാഴ്ചയാണ്. പലസ്തീനികൾ ഗസ സിറ്റിയിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പക്ഷേ ആദ്യം ഒന്നേന്ന് തുടങ്ങേണ്ട അവസ്ഥയാണ് അവിടെ. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അശ്വതി, ഗുഡ് മോർണിംഗ്. എന്തായാലും വളരെ ആശ്വാസകരമായിട്ടുള്ള വിവരങ്ങളാണ് ഗാസയിൽ നിന്ന് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം ഈ കരാർ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം മറ്റു അക്രമ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ളത്. മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ കരാറിൽ ഏർപ്പെടുകയും പിന്നീട് അത് ഇസ്രായേലും ഹമാസും ഒക്കെ ലംഘിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യം അതല്ല. ഗാസയിൽ സമാധാനം ഉറപ്പാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തുകയും ചെയ്ത് അത് വിജയകരമായി ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയത്തിന് മുമ്പ് നമ്മൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ വാക്കുകൾ വ്യക്തമാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബന്ദിക്കൈമാറ്റം അത് തിങ്കളാഴ്ച തന്നെ നടക്കുമെന്നുള്ളതാണ്. പക്ഷേ അത് എവിടെ വെച്ച് നടക്കും, അല്ലെങ്കിൽ എപ്പോഴാണ് സമയം എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ഇനി വരേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, ഇസ്രായേൽ സന്ദർശനത്തിനായി അമേരിക്കൻ പ്രസിഡന്റ് തിങ്കളാഴ്ച എത്തുമെന്നുള്ളത് കൂടിയാണ്. ഈജിപ്റ്റ് സന്ദർശിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി നമുക്കിനി ഒരു വൈറ്റ് ഹൗസ് സംബന്ധിച്ചുള്ളൊരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഗാസയിലേക്ക് അന്ന് പലായനം ചെയ്തു പോയ ജീവനും വേദനയും ഒക്കെ മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അത് ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് അവരൊക്കെ തിരികെ ഗാസ സിറ്റിയിലേക്ക് മടങ്ങി വരുന്ന വിവരങ്ങൾ കൂടി, അത്തരത്തിലുള്ള സുപ്രധാന വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അശ്വതി, മറ്റൊന്ന്, നമുക്കറിയാം നേരത്തെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. 67,000-ലധികം പേരായിരുന്നു ഈ 2 വർഷത്തെ രക്തച്ചൊരിച്ചിലിൽ ജീവിതം നഷ്ടമാവുകയും ചെയ്ത് അവരുടെയൊക്കെ ഉറ്റവരും ഉടയവരും ഒക്കെ പലരും ഇപ്പോഴും ഗാസ സിറ്റിയിൽ തന്നെ തുടരുന്ന സാഹചര്യമാണ്. പക്ഷേ ഇനിയും ഇപ്പോൾ യുഎൻ്റെ ഒക്കെ ഒരു കണക്കുകൾ അനുസരിച്ച് നമുക്ക് വ്യക്തമാകുന്നത് ഏകദേശം 17,000-ലധികം പിഞ്ചു കുട്ടികൾ അനാഥരായിട്ടുണ്ട് എന്നുള്ളതാണ്. അവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ അതൊക്കെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇനി ഉണ്ടാകണമെന്നുള്ളതാണ്. നിലവിൽ ആദ്യഘട്ടം മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഗാസ പഴയ രീതിയിലേക്കാക്കാൻ ഏകദേശം 15 വർഷത്തോളം സമയം വേണ്ടിവരുമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പൂർണ്ണമായും ഒരു 90% കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർക്കുന്ന തരത്തിലേക്ക് ഈ യുദ്ധം വഴിവെക്കുകയും ചെയ്യുന്നു. പലരുടെയും വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഉറ്റവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ ഹോസ്പിറ്റലുകളും മറ്റ് കേന്ദ്രങ്ങൾ, അതായത് ലൈബ്രറി അങ്ങനെ അടക്കമുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളടക്കം ഈ ഒരു ബോംബിങ്ങിലൂടെ തകർക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയൊക്കെ പഴയ രീതിയിലേക്ക് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ 3ാം ഘട്ടത്തിലാണ് നടക്കുന്നത്. മൊത്തം ഈ പദ്ധതി പ്രകാരം 4 ഘട്ടങ്ങളിലായാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. 2ാം ഘട്ടമാണ് അതിലേറ്റവും നിർണായകമായിട്ടുള്ളത്. അതാണ് ഹമാസിന്റെ നിരായുധീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നത്. അത് ഇനി എപ്പോൾ നടക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വളരെ വിജയകരമായി തന്നെ ആദ്യഘട്ടം പൂർത്തീകരിച്ച് അത് നടപ്പിലാക്കാനും സാധിച്ചിട്ടുണ്ട്. ബന്ദിക്കൈമാറ്റം തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയും ചെയ്യും. ശരി.